മണ്ണിൽ പൊന്നുവിളയിക്കാം ഏകദിന പരിശീലനം ശ്രദ്ധേയമായി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. വിദ്യാർത്ഥികളിൽ ചെറുപ്രായം മുതൽക്കേ കാർഷിക സംസ്കാരവും പരിസ്ഥിതി ബോധവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ലയൺസ് ക്ലബ് തൃക്കരിപ്പൂരും പിലിക്കോട് GUP സ്കൂളും സംയുക്തമായി ഏകദിന കാർഷിക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബിൻ്റെ 2026-27 ലാനസ്റ്റിക് വർഷത്തെ പരിസ്ഥിതി സർവീസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന പേരിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പരിപാടി ഏറെ ശ്രദ്ധേയമായി. ആധുനിക കൃഷിരീതികളായ ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ് തുടങ്ങിയവയിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗികമായ സ്കിൽ ട്രെയിനിങ് നൽകുക എന്നതായിരുന്നു വിദ്യാലയവും ക്ലബും ഒത്തുചേർന്ന് നടത്തിയ ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. ഒരേ മാവിൽ തന്നെ 2 ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു ചെടിയെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 2 ഇനങ്ങളാക്കണം. നിങ്ങളുടെ വീട്ടിനടുത്തുള്ള മാവിൽ നിന്നും സയോൺ എടുക്കുക, 2 തരം മാവിൻ്റെ സയോൺ എടുക്കുക. എന്നിട്ട് ഒന്നിൽ ഇതേപോലെ നടുകയെ പളന്ന് അതിനകത്തേക്ക് സയോൺ ഇൻസർട്ട് ചെയ്തു അല്ലേ, അതിനകത്തേക്ക് തിരികെ വെച്ച് ഗ്രാഫ്റ്റിംഗ് റിബൺ വെച്ച് അത് ചുറ്റി കെട്ടി. GUPS പിലിക്കോട് സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് V. യമുന സ്വാഗതവും ലയൺസ് ക്ലബ് തൃക്കരിപ്പൂർ പ്രസിഡന്റ് രാധാകൃഷ്ണൻ മണിയേരിസ് അധ്യക്ഷതയും വഹിച്ചു. ചടങ്ങ് ലയൺസ് ക്ലബ് റീജിയണൽ ചെയർപേഴ്സൺ KN ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ കുട്ടികൾക്ക് ഇത്തരം പ്രായോഗിക പരിശീലനങ്ങൾ നൽകുന്നത് അവരുടെ ഭാവിക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരള കാർഷിക സർവകലാശാലയിലെ റിട്ടയർഡ് ഫാം സൂപ്രണ്ട് PV സുരേന്ദ്രൻ വിദ്യാർത്ഥികൾക്കായി പരിശീലന ക്ലാസ് നയിച്ചു. ചെടികൾ എങ്ങനെ ഒട്ടിക്കണമെന്നും മികവ് വിളവ് തരുന്ന ഇനങ്ങൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്നും അദ്ദേഹം കുട്ടികൾക്ക് നേരിട്ട് കാണിച്ചു കൊടുത്തു. ബേസിക് സയൻസിലെ പാഠമായ വിളയിക്കാം നൂറുമേനി എന്ന പാഠഭാഗത്തിലെ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ് എന്നിവ പഠിപ്പിക്കാൻ വന്ന ലയൺസ് ക്ലബ് തൃക്കരിപ്പൂരിലെ സംഘടിപ്പിച്ച മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന പരിപാടിയിലൂടെ ഞങ്ങൾക്ക് ഇത് ആസ്വദിക്കാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു. ഇത് ഞങ്ങൾ എന്തായാലും വീട്ടിൽ പോയി പരിശീലിക്കുകയും ചെയ്യും. സ്കൂൾ PTA പ്രസിഡന്റ് T. പ്രദീപ്, സീനിയർ അസിസ്റ്റന്റ് TV. സുധീർ കുമാർ, SRG കൺവീനർ ബിന്ദു KK എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ലയൺസ് ക്ലബ് തൃക്കരിപ്പൂർ സെക്രട്ടറി സജേഷ് PP നന്ദിയും രേഖപ്പെടുത്തി. ലയൺസ് ക്ലബിൻ്റെ സർവീസ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അതായത് ചെറിയ കുട്ടികൾക്ക് ബഡ്ഡിങ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അതായത് മണ്ണിൽ പൊന്നു വിളയിക്കാം എന്നുള്ള ഒരു ക്ലാസ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും ഇത് ശ്രദ്ധിച്ചാൽ അവർക്ക് ആവുന്ന തരത്തിൽ അവർക്ക് വീട്ടിൽ പോയിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല ഒരു വിശ്വാസം. ന്യൂസ് ബ്യൂറോ, പിലിക്കോട്. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.